ഇനി നെക്സ്റ്റ് നമുക്ക് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. ലെവൽ ഓഫ് ആസ്പിറേഷന്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്താണ്? ഫസ്റ്റ് വൺ, ഗോൾ സെറ്റിംഗ്. അതായത് ഇൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ് a student's level of aspiration determines the academic goals they set for themselves. ലെവൽ ഓഫ് ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞു എന്താണത്? നമ്മൾ നമുക്കായിട്ട് സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ ലെവൽ ഓഫ് ആസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എഡ്യൂക്കേഷണൽ സിനാരിയോയിൽ എന്താണ്? ഒരു സ്റ്റുഡന്റിനായി സെറ്റ് ചെയ്യുന്ന ഗോൾസ്, ഞാൻ ജയിക്കണോ അതോ എനിക്ക് 90 മാർക്ക് വാങ്ങിക്കണോ, അതെന്താണ്? സ്റ്റുഡന്റ് സെറ്റ് ചെയ്യുന്ന ഗോൾ ആണ്. അപ്പൊ ഈ ലെവൽ ഓഫ് ആസ്പിറേഷനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് സ്റ്റുഡന്റ് ചെയ്യുന്നത്? ഈ ഗോൾ സെറ്റ് ചെയ്യുന്നത്. സോ ടീച്ചേഴ്സ് ക്യാൻ ഹെൽപ്പ് സ്റ്റുഡൻസ് സെറ്റ് റിയലിസ്റ്റിക് യെറ്റ് ചലഞ്ചിങ് ഗോൾസ് ടു എൻഹാൻസ് ലേണിംഗ് ഔട്ട്കംസ്. അപ്പൊ ടീച്ചേഴ്സിന് എന്ത് ചെയ്യാം? സ്റ്റുഡൻസിനെ എന്ത് ചെയ്യാം? ഇതില് ഗൈഡ് ചെയ്യാം, ഈ ഒരു പെർട്ടിക്കുലർ മാറ്ററിൽ ഗൈഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ എന്താ? മോട്ടിവേഷൻ. ഹയർ ലെവൽ ഓഫ് ആസ്പിറേഷൻസ് ആർ ലിങ്ക് ടു ഇൻക്രീസ്ഡ് മോട്ടിവേഷൻ. നല്ല ലെവൽ ഓഫ് ആസ്പിറേഷൻ ഒത്തിരി ഹൈ ആണെങ്കിൽ ആ കുട്ടി എന്തായിരിക്കും? ഓൾറെഡി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആയിരിക്കും അല്ലെ, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കുട്ടിയായിരിക്കും. സ്റ്റുഡൻസ് ഹു എയിം ഫോർ ഹയർ അച്ചീവ്മെന്റ്സ് ടെൻഡ് ടു വർക്ക് ഹാർഡർ ആൻഡ് പ്രൊസീഡ് ത്രൂ ചാലഞ്ചസ്. അപ്പം ഹയർ ലെവൽ ഓഫ് ആസ്പിറേഷൻ ഉണ്ടെങ്കിൽ ആ കുട്ടി എന്താണ്? ഹൈലി മോട്ടിവേറ്റഡും ആയിരിക്കും. അതോടൊപ്പം തന്നെ എന്താണ്? ഹയർ അച്ചീവ്മെന്റ്സും ഹയർ ലെവൽ ഓഫ് ചാലഞ്ചസും ആ കുട്ടിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ മോട്ടിവേഷൻ ബിക്കംസ് അനദർ മെയിൻ ഫാക്ടർ. പിന്നെ എന്താണ്? അച്ചീവ്മെന്റ്. സ്റ്റുഡൻസ് വിത്ത് ഹൈ ആസ്പിറേഷൻസ് ആർ മോർ ലൈക്ലി ടു ടേക്ക് ഓൺ ഡിഫിക്കൽട്ട് ടാസ്ക് ആൻഡ് പെർഫോം ബെറ്റർ അക്കാഡമിക്കലി. അപ്പൊ എന്താ പറയുന്നത്? അച്ചീവ് ചെയ്യുന്നതും ആരാണ്? സ്റ്റുഡൻസ്. ഹയർ ലെവൽ ഓഫ് ആസ്പിറേഷൻസ് ഉള്ള കുട്ടികളായിരിക്കും കൂടുതലായിട്ട് അച്ചീവ് ചെയ്യുന്നത്. ദേ ഓൾസോ ഡെവലപ്പ് റിസൈലിയൻസ് when faced with failure, adjusting their goals and trying again. അപ്പം എന്താണ്? They will also develop resilience when they face failure ഫേസ് ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്യും? അവരുടെ ഗോൾസിനെ ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് രണ്ടാമത് ട്രൈ ചെയ്യാനും ഇവര് റെഡിയാകുന്നു. പിന്നെ നമ്മുടെ റോൾ എന്താ? ടീച്ചേഴ്സ് റോൾ. എഡ്യൂക്കേറ്റേഴ്സ് പ്ലേ എ പിവറ്റൽ റോൾ ഇൻ influencing students aspiration levels by providing constructive feedback, encouraging സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് ഫോസ്റ്ററിങ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. അപ്പം എന്താ ടീച്ചേഴ്സിന്റെ റോള്? ഇതെല്ലാം ടീച്ചറിന്റെ കയ്യിലുണ്ട് അല്ലേ. സോ പിവറ്റൽ നമ്മുടെ റോൾ എന്താണ്? സ്റ്റുഡൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം, നമുക്ക് ലെവൽ ഓഫ് ആസ്പിറേഷൻ ഹൈ സെറ്റ് ചെയ്യാം. എങ്ങനെ? നമുക്ക് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്സ് കൊടുക്കാം, അവരെ എൻകറേജ് ചെയ്യാം, നമുക്ക് അവർക്ക് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് ഫീഡ്ബാക്സ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ നമ്മൾക്ക് എൻകറേജ് ചെയ്യാം. പിന്നെ എന്താണ്? ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് അവരിൽ കൾട്ടിവേറ്റ് ചെയ്യാനും എഡ്യൂക്കേറ്റേഴ്സിന് കഴിയും. അപ്പൊ ടീച്ചേഴ്സിന്റെ റോള് വളരെ വലുതാണ്. പിന്നെ എന്താണ്? ഇമ്പാക്ട് ഓൺ സെൽഫ് എസ്റ്റീം. സെൽഫ് എസ്റ്റീമിലെ ഇമ്പാക്ട് എങ്ങനെയാണ്? പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ ആസ്പിറേഷൻ ലെവൽസ് ആൻഡ് ആക്ച്വൽ അച്ചീവ്മെന്റ് ക്യാൻ എൻഹാൻസ് സ്റ്റുഡൻറ് സെൽഫ് എസ്റ്റീം. അപ്പം ആസ്പിറേഷൻ ലെവൽ ഹൈയും എന്നിട്ട് അത് അച്ചീവ് ചെയ്യുന്ന കുട്ടികളുണ്ട് അല്ലെ, അവർക്ക് സെൽഫ് എസ്റ്റീം എന്തായിരിക്കും? വളരെ ഹൈ ആയിരിക്കും. Okay, so there should be എന്താണ്? അവിടെ അച്ചീവ്മെന്റും ആവശ്യമാണ് കേട്ടോ. ആസ്പിറേഷൻ മാത്രമാണ്, അച്ചീവ്മെന്റ് ഇല്ല, ഫെയിലിയർ ആവണമെങ്കിൽ എന്ത് പറ്റും? ഈ ആസ്പിറേഷൻസ് ലോ ആയിട്ട് വരത്തേ ഉള്ളൂ, ലെവൽ ഓഫ് ആസ്പിറേഷൻ ലോ ആവത്തേ ഉള്ളൂ. എന്നാൽ ആസ്പിറേഷൻ ലെവലും ഹൈ ആണ്, അതിന്റെ അച്ചീവ്മെന്റും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടാം? നമുക്കത് സ്റ്റുഡൻസിന് സെൽഫ് എസ്റ്റീം റേസ് ചെയ്യാനുള്ളതായിട്ട് ഒരു reason out. If students continuously fail to meet their aspirations, it can lead to frustration and decreased self-confidence. അതായത് നമ്മൾ ഗോൾസ് മീറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് എന്ത്? അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് വേണം സ്റ്റുഡൻസിന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, സോ ദാറ്റ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ ഇതെന്താണ്? എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ലെവൽ ഓഫ് ആസ്പിറേഷൻ ആണ്. അപ്പൊ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ ഇതിന്റെ റോൾ എന്താണെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓക്കെ, വൺ മോർ തിങ്. എലിസബത്ത് ഹർലോക്ക് എന്ന് പറഞ്ഞൊരു പ്രോമിനന്റ് സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഷീ ഐഡന്റിഫൈഡ് 4 മെത്തേഡ്സ് ടു ആക്സസ് ലെവൽ ഓഫ് ആസ്പിറേഷൻ ഇൻ അഡോളസൻസ്. അപ്പം എന്തൊക്കെയാണ്? എങ്ങനെ നമുക്ക് അസസ് ചെയ്യാം? ഫസ്റ്റ് വൺ ഇസ് സെൽഫ് സെറ്റ് ഗോൾസ്. ആദ്യം പറയും നമ്മൾ എന്ത് ചെയ്യും? പേഴ്സണൽ ഗോൾസ് സെറ്റ് ചെയ്യും സ്വയമേ തന്നെ. പിന്നെ എന്താണ് പറയുന്നത്? ടാസ്ക് performance comparisons. After completing a task, their actual performance is compared with their initial goals, providing insights into their level of aspiration. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? അഡോളസെന്റിനോട് പറയുന്നു തന്നെ ഗോൾസ് സെറ്റ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഔട്ട്കംസ് നമ്മൾ സെറ്റ് ചെയ്യാൻ പറയുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ആ ടാസ്ക് പെർഫോം ചെയ്തതിനു ശേഷം നമുക്ക് കിട്ടിയ റിസൾട്ട്സും ആദ്യം സെറ്റ് ചെയ്ത ഗോൾസ് ഉണ്ടല്ലോ അതും ഇത് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ കുട്ടിയുടെ ലെവൽ ഓഫ് ആസ്പിറേഷൻ എത്രയാണെന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ്, നമ്മളൊരു കുട്ടിയോട് ഈ എക്സാമിന് നീ എത്ര പെർസെൻറ്റേജ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ആ കുട്ടി പറഞ്ഞു ഇന്ന സബ്ജക്റ്റിന് ഇത്ര മാർക്സ്, ആ കണക്കിന് എനിക്ക് 90% ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്.
എക്സാം കഴിഞ്ഞ് നമ്മൾ ആ കുട്ടിയുടെ മാർക്സ് കമ്പയർ ചെയ്യാണ് ആ കുട്ടി സെറ്റ് ചെയ്ത ഗോൾസുമായിട്ട്. അത് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ആ കുട്ടിയുടെ ലെവൽ ഓഫ് ആസ്പിറേഷൻ എന്താണെന്ന് പറയുക, വളരെ ഹൈ ആണെന്നാണ് പറയുക. ഓക്കെ, പിന്നെ അത് സെക്കൻഡ് സ്റ്റെപ്പാണ്. തേർഡ് സ്റ്റെപ്പ് എന്താണ്, റിവൈസ്ഡ് ഗോൾസ്. Post-task reflection helps understand if adolescents adjust their goals upwards or downwards after experiencing സക്സസ് ഓർ ഫെയിലിയർ. അപ്പൊ ഇത് കഴിയുമ്പോൾ നമുക്ക് ഇത് നമ്മൾ എന്താ പറയാ, കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും എന്ത് ചെയ്യണം എന്ന്. ഗോൾസ് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം ഡിപ്പെൻഡിങ് അപ്പോൺ റിസൾട്ട്സ്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം, സോഷ്യൽ കമ്പാരിസൺ. സോഷ്യൽ കമ്പാരിസൺ എന്ന് പറയുന്നത് എന്താണ്, അഡോളസൻസ് ആസ്പിറേഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദർ കമ്പാരിസൺ വിത്ത് അച്ചീവ്മെന്റ്സ് ഓഫ് ദർ പിയേഴ്സ്. അതായത് ചുറ്റുമുള്ള അല്ലെങ്കിൽ ആ ക്ലാസ്സിലുള്ള ബാക്കി കുട്ടികളുടെ അച്ചീവ്മെന്റ്സുമായിട്ട് ഈ അഡോളസൻസിന്റെ അച്ചീവ്മെന്റ് എന്താണ്, എപ്പോഴും കമ്പാരബിൾ ആയിരിക്കും. ദീസ് മെത്തേഡ്സ് ഹെൽപ്സ് us understand how aspirations evolve with experience. സോ ഇതെന്താണ്, നമ്മുടെ എക്സ്പീരിയൻസസ്, അതായത് പാസ്റ്റ് എക്സ്പീരിയൻസസ് ഇതിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു എക്സ്പെരിമെന്റ് സഹായിക്കും. 4 സ്റ്റേജുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ്, സെൽഫ് സെറ്റ് ഗോൾസ് ആണ്. സ്വന്തമായിട്ട് ഗോൾസ് സെറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് കിട്ടിയ റിസൾട്ടുമായിട്ട് ഈ ഗോൾസ് നമ്മൾ കമ്പയർ ചെയ്യുക, പിന്നെ റിവൈസ് ചെയ്യുക ഗോൾസ്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന, ഒരു കമ്പാരിസൺ, സോഷ്യലായിട്ട് ഒരു കമ്പാരിസൺ നടത്തുക. സോ നമുക്ക് എന്താ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക, ലെവൽ ഓഫ് ആസ്പിറേഷൻ. ദ ലെവൽ ഓഫ് ആസ്പിറേഷൻ ഈസ് എ ക്രിട്ടിക്കൽ കോൺസെപ്റ്റ് ഇൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി, ഇൻഫ്ലുവൻസിങ് സ്റ്റുഡന്റ് മോട്ടിവേഷൻ, ഗോൾ സെറ്റിംഗ് ആൻഡ് അച്ചീവ്മെന്റ്. അതായത് ലെവൽ ഓഫ് ആസ്പിറേഷൻ എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, മോട്ടിവേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സക്സസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു എന്താണ്, ഒരു വളരെ കീ കോൺസെപ്റ്റ് ആണ്. പിന്നെ എന്താണ്, ഇറ്റ് ഈസ് ഷേപ്ഡ് ബൈ വേരിയസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് പാസ്റ്റ് എക്സ്പീരിയൻസസ്, സെൽഫ് എഫിക്കസി, സോഷ്യൽ കമ്പാരിസൺ ആൻഡ് ഫീഡ്ബാക്ക്. ഏതൊക്കെ ഫാക്ടേഴ്സിലാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ഹൗ ആസ്പിറേഷൻസ് ആർ ഫോംഡ് ആൻഡ് അഡ്ജസ്റ്റഡ് ഈസ് എസെൻഷ്യൽ ഫോർ ടീച്ചേഴ്സ് ടു ഫോസ്റ്റർ ആൻ എൻവയോൺമെന്റ് കണ്ടക്റ്റീവ് ടു പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് അക്കാഡമിക് സക്സസ്. അപ്പൊ ഈ ആസ്പിറേഷൻ എന്താണെന്നും അതിന്റെ ലെവൽസ് എന്താണെന്നും അതെങ്ങനെയാ ഫോം ചെയ്യുന്നതെന്നും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാലേ ടീച്ചേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു നല്ല ലേണിംഗ് എൻവയോൺമെന്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു ലേണിംഗ് എൻവയോൺമെന്റിൽ സ്റ്റുഡന്റിൽ പേഴ്സണൽ ഗ്രോത്തും അക്കാഡമിക് സക്സസും എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് അബൌട്ട് ലെവൽ ഓഫ് ആസ്പിറേഷൻ.